നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ ഉടമസ്ഥതയിൽ രാജ്യത്തെ ആദ്യ സാറ്റലൈറ്റ് ചാനൽ യാഥാർത്ഥ്യമാകുന്നു. കേരള വിഷൻ സാറ്റലൈറ്റ് ചാനൽ കേരള പിറവി ദിനത്തിൽ ആരംഭിക്കും. പുതിയ അധ്യയന വർഷം മുതൽ സ്കൂളുകളിൽ മലയാളം നിർബന്ധമാക്കിയ ഉത്തരവിനെതിരെ ജില്ലയിൽ പ്രതിഷേധം ശക്തം. തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കന്നഡ പോരാട്ട സമിതി കാസർഗോഡ് കലക്ടറേറ്റ് ഉപരോധിച്ചു. കർഷകരുടെ പെൻഷൻ പ്രതിസന്ധികൾ ഉന്നയിച്ച് കാസർഗോഡ് കലക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച്. കേരള കർഷക സംഘം സംഘടിപ്പിച്ച മാർച്ചിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ 100ാം വാർഷികത്തിന്റെ നിറവിൽ. ശതാബ്ദി എന്ന അപൂർവ നേട്ടം നാടിന്റെ ആഘോഷമാക്കി പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും. കൊതിയൂറും വിഭവങ്ങൾ ഒരുക്കി കാസർഗോഡ് ചക്ക മഹോത്സവത്തിന് തുടക്കമായി. ചക്ക മഹോത്സവം സംഘടിപ്പിച്ചത് ഓൾ കേരള ജാക്ക് ഫ്രൂട്ട് പ്രൊമോഷൻ അസോസിയേഷനും ജാക്ക് ആൻഡ് ബെറീസും സംയുക്തമായി. വിശദമായ വാർത്തകളിലേക്ക്. കേരള വിഷൻ സാറ്റലൈറ്റ് ചാനൽ കേരള പിറവി ദിനത്തിൽ യാഥാർത്ഥ്യമാകും. രാജ്യത്ത് ആദ്യമായാണ് ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ ഉടമസ്ഥതയിൽ ഒരു സാറ്റലൈറ്റ് ചാനൽ ആരംഭിക്കുന്നത്. പ്രാദേശിക വിഷയങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള വാർത്താരീതിയായിരിക്കും കേരള വിഷൻ അവലംബിക്കുകയെന്ന് KCBL ഡയറക്ടർ ബിനു ശിവദാസ് KCN ന്യൂസിനോട് പറഞ്ഞു. COA കാസർഗോഡ് മേഖല ജനറൽ ബോഡി യോഗവും കേരള വിഷൻ ചാനൽ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ് ഷെയർ സമാഹരണവും കാസർഗോഡ് സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് പടർന്നു പന്തലിച്ച കേബിൾ TV മേഖലയ്ക്ക് പുതിയ തുടക്കം കുറിക്കാനുള്ള ചർച്ചകൾ യോഗത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. അടുത്ത കേരള പിറവി ദിനത്തിൽ കേരള വിഷൻ ചാനൽ സാറ്റലൈറ്റ് ചാനലായി മാറും. ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരുടെ മൂലധനം കൊണ്ടുള്ള രാജ്യത്തെ ആദ്യത്തെ സാറ്റലൈറ്റ് ചാനലായി കേരള വിഷൻ മാറുമെന്ന് COA മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും KCBL ഡയറക്ടറുമായ ബിനു ശിവദാസ് KCN ന്യൂസിനോട് പറഞ്ഞു. ഈ സാറ്റലൈറ്റ് ചാനലിനോടൊപ്പം തന്നെ ഗ്രീൻ കാർഡ് എന്ന് പറയുന്ന ഒരു ബൃഹത്തായ പദ്ധതി, അതുപോലെ തന്നെ എല്ലാ കുടുംബങ്ങളിലേക്കും എത്തുന്ന ഒരു ഫാമിലി ബുക്ക് അടക്കമുള്ള മറ്റു പദ്ധതികൾ കൂടി ഈ സാറ്റലൈറ്റ് ചാനലിനോടൊപ്പം നമ്മൾ ഒരു വലിയ പദ്ധതിയായി തയ്യാറാക്കി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് ഏറ്റവും ഗുണകരമാവുന്ന ഒരുപക്ഷെ ഒരു സമൂഹത്തിലെ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ദൈനംദിനം ആവശ്യമായി വരുന്ന മുഴുവൻ ആവശ്യങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കേബിൾ TV ഓപ്പറേറ്ററുടെ ഈ പദ്ധതി വലിയ സ്വീകാര്യത സമൂഹത്തിൽ ലഭിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മറ്റ് ഒരു സാറ്റലൈറ്റ് ചാനലിനും അവകാശപ്പെടാൻ പറ്റാത്ത നിരവധി പദ്ധതികളുമായിട്ടായിരിക്കും ഒരുപക്ഷെ അടുത്ത കേരള പിറവി ദിനത്തിൽ കേരള വിഷൻ സാറ്റലൈറ്റ് ചാനലിന് തുടക്കമാവുക. യോഗത്തിൽ മുരളി അരവത്ത് അധ്യക്ഷത വഹിച്ചു. ലോഹിതാക്ഷൻ ജില്ലാ പ്രവർത്തന റിപ്പോർട്ടും ഷുക്കൂർ കോളിക്കര CCN റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഉസ്മാൻ പാണ്ഡ്യാൽ, സതീഷ് K പാക്കം, K ദിവാകര തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. പുതിയ അധ്യയന വർഷം മുതൽ സംസ്ഥാനത്ത് സ്കൂളുകളിൽ മലയാള ഭാഷ നിർബന്ധമാക്കിയുള്ള സർക്കാർ ഉത്തരവിനെതിരെ ജില്ലയിൽ പ്രതിഷേധം ശക്തം. കന്നഡ മീഡിയം സ്കൂളുകളെ ബാധിക്കുമെന്നതിനാൽ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കന്നഡ പോരാട്ട സമിതി കാസർഗോഡ് കലക്ടറേറ്റ് ഉപരോധിച്ചു. ഉപരോധം യോഗാനന്ദ സരസ്വതി ഫാദർ വിൻസെന്റ് ഡിസൂസ, അബ്ദുൽ അസീസ് മൗലവി എന്നിവർ ചെണ്ടകൊട്ടി ഉദ്ഘാടനം ചെയ്തു. മലയാള ഭാഷ വിദ്യാലയങ്ങളിൽ നിർബന്ധമാക്കിയ നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കന്നഡ പോരാട്ട സമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് കലക്ടറേറ്റ് വളഞ്ഞു.
ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രതിഷേധക്കാരെ കൊണ്ട് കലക്ട്രേറ്റ് പരിസരം നിറഞ്ഞു. മുഴുവൻ ഗേറ്റുകളും സമരക്കാർ വളഞ്ഞതിനാൽ സിവിൽ സ്റ്റേഷൻ പ്രവർത്തനം സ്തംഭിച്ചു. സമരം കൊണ്ടേവൂർ സ്വാമിജി, യോഗാനന്ദ സരസ്വതി, ബേള ചർച്ച് വികാരി വിൻസെന്റ് ഡിസൂസ, അബ്ദുൾ അസീസ് മൗലവി എന്നിവർ ചേർന്ന് ചെണ്ടകൊട്ടി ഉദ്ഘാടനം ചെയ്തു. ಕನ್ನಡದ ಸಂಘಟನೆಗಾಗಿ ಕನ್ನಡದ ಭಾಷೆಯ ಸಂರಕ್ಷಣೆಗಾಗಿ ನಾವೆಲ್ಲರೂ ಒಗ್ಗೂಡಿಕೊಂಡು ಯಾವ ಬೆಲೆ ತೆತ್ತಾದರೂ ನಮ್ಮ ಕನ್ನಡದ ಸಂರಕ್ಷಣೆ ಮಾಡಿಯೇ ಸಿದ್ಧ, ಅದನ್ನು ಮಾಡುತ್ತೇವೆ. ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ಕನ್ನಡದ ಸಂರಕ್ಷಣೆಗಾಗಿ ಇನ್ನಷ್ಟು ಬಲಿಷ್ಠವಾದಂತಹ ಹೋರಾಟದ ಅಗತ್ಯ ಬಂದರೂ ಅದನ್ನು ನಾವು ಮಾಡುವ ಮೂಲಕ ಯಾವುದೇ ಕಾರಣಕ್ಕೂ ನಮ್ಮ ಕನ್ನಡವನ್ನು ನಾವು ಬಿಟ್ಟುಕೊಡಲು ಸಿದ್ಧರಿಲ್ಲ. ನಾವೆಲ್ಲರೂ ಕೂಡ ಕೇರಳ ರಾಜ್ಯವನ್ನು ವಿರೋಧಿಸುವವರಲ್ಲ. ನಮಗೆ ಭಾಷೆ, ದೇಶ ಅಥವಾ ಸಂಸ್ಕೃತಿ ಯಾವುದು ಕೂಡ ನಮಗೆ ಅನ್ಯವಲ್ಲ. ನಾವೆಲ್ಲರೂ ಒಂದೇ. ಆದ್ದರಿಂದ ಕನ್ನಡ ಮೇಲಿನ ದಬ್ಬಾಳಿಕೆಯನ್ನು ನಿಲ್ಲಿಸಿ, ಮಲಯಾಳ ಕಡ್ಡಾಯ ಹೇರಿಕೆಯನ್ನು ನಿಲ್ಲಿಸಿ, ಎಲ್ಲರನ್ನು ಕೂಡ ಪ್ರೀತಿಯಿಂದ ಬಾಳಲು ಬಿಡಿ. ಜೈ ಕನ್ನಡ, ಜೈ ಹಿಂದೂ. ಪ್ರಿಯರೇ, ಒಂದು ಸಿಹಿಯನ್ನು ಸವರಿಸಿದ ಒಂದು ವಿಷದ ಗುಳಿಗೆ, ಇಟ್ ಈಸ್ ಎ ಪಾಯ್ಸನಸ್ ಸ್ಲೋ ಪಾಯ್ಸನ್. ಈ ಮಸೂದೆಯ ಮುಖಾಂತರ ಅವರು ನಮಗೆ ಏನು ಮಾಡ್ಲಿಕ್ಕೆ ನೋಡಿದ್ರು, ಒಂದು ಮೋಸ ಮಾಡ್ಲಿಕ್ಕೆ ನೋಡಿದ್ರು. ಯಾಕೆಂದ್ರೆ ಹೊರಗೆ ನೋಡುವಾಗ ಒಂದು ಸಿಹಿ, ಆದ್ರೆ ಕನ್ನಡಿಗ ಬುದ್ಧಿವಂತರು ಅದರ ಒಳಗಿದ್ದ ಕವಿಯನ್ನು, ಅದರ ಒಳಗಿದ್ದ ವಿಷಯವನ್ನು ಅವರು ಗುರುತಿಸಿದ್ದಾರೆ. ಅದೇ ಇವತ್ತಿನ ಹೋರಾಟಕ್ಕೆ ಕಾರಣ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AKM അഷറഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പുരുഷോത്തമ മാസ്റ്റർ, മുരളീധര, കുണ്ട രവീശതന്ത്രി, SB ഭട്ട്, ഉമേഷ് സാരിയാൻ, സുബ്രഹ്മണ്യ ഭട്ട് തുടങ്ങി നിരവധി പേർ സമരത്തിൽ പങ്കെടുത്തു. കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കർഷകരുടെ പെൻഷൻ വിഷയവുമായി ബന്ധപ്പെട്ട് കലക്ട്രേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. B ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ച പരിപാടി CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും കർഷക പെൻഷൻ അനുവദിക്കുക, കർഷക പെൻഷൻ കുടിശ്ശിക ഉടൻ നൽകുക, കർഷക പെൻഷൻ തുക വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ കലക്ട്രേറ്റ് മാർച്ച് CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. കൃഷിക്കാരന്റെ പ്രശ്നം പരിഹരിക്കാൻ ഗവൺമെന്റ് കേരളത്തിൽ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വലിയ താല്പര്യം കാണിക്കുന്നതാണ് കേരളത്തിലെ LDF ഗവൺമെന്റിന്റെ കാര്യത്തിൽ തർക്കവും ഉണ്ടാകുന്നത്. പക്ഷെ പ്രതീക്ഷക്കനുസരിച്ച് കാര്യങ്ങൾ വരുന്നില്ല. എവിടെയാണ് തടസ്സം? അതാണ് പ്രശ്നം. ആരാണ് ഇതിന് തടസ്സം? അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കർഷക പെൻഷൻ. ഞങ്ങൾ പറയുന്നത് അർഹതപ്പെട്ട കേരളത്തിലെ മുഴുവൻ കൃഷിക്കാർക്കും കർഷക പെൻഷൻ കൊടുക്കണം. B ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ T കോരൻ, MV കോമൻ നമ്പ്യാർ, A ചന്ദ്രശേഖര തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ 100ന്റെ നിറവിൽ. ശതാബ്ദി എന്ന അപൂർവ നേട്ടം നാടിന്റെ ആഘോഷമാക്കി മാറ്റുകയാണ് പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും ഒന്നടങ്കം. 1 വർഷം നീളുന്ന ശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് ജൂൺ 4-ന് തുടക്കമാകും. കാസർഗോഡിന്റെ സാംസ്കാരിക തലസ്ഥാനമായ നീലേശ്വരത്തിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്ത് 100 വർഷം തികയ്ക്കുകയാണ് രാജാസ് ഹൈസ്കൂൾ. ഒരു നാടിന്റെ മുന്നേറ്റം വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് തിരിച്ചറിഞ്ഞ TC രാജവർമ്മ വലിയരാജയാണ് സ്കൂൾ സ്ഥാപിച്ചത്. സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ട ഭൂമികയും സാഹിത്യ തറവാടുമൊക്കെയായിരുന്ന രാജാസ് സ്കൂൾ 100 വയസ്സിന്റെ മാധുര്യത്തിലേക്ക് കടക്കുമ്പോൾ സമാനതകളില്ലാത്ത അഭിമാനമാണ് നീലേശ്വരത്തിന് ഓർക്കാനും പറയാനുമുള്ളത്. സാഹിത്യത്തിലും മറ്റു മേഖലകളിലും രാജ്യമൊട്ടാകെ അറിയപ്പെടുന്ന നിരവധി പേർ ഈ വിദ്യാലയത്തിൽ നിന്നും പഠനം പൂർത്തിയാക്കി ഇറങ്ങിയിട്ടുണ്ട്. നീലേശ്വരം തെക്കേ കോവിലകത്തെ TC രാമവർമ്മ വലിയരാജ 1918 അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലത്ത് രാജാസ് ഹൈസ്കൂൾ സ്ഥാപിച്ചത്. തുടക്കത്തിൽ 7ാം തരം വരെയായിരുന്നു ക്ലാസുകൾ. 1925 ആയപ്പോഴേക്കും ഇത് ഹൈസ്കൂളായി ഉയർത്തി. മഹാത്മാഗാന്ധി ആസൂത്രണം ചെയ്തതും കോൺഗ്രസ് പ്രസ്ഥാനം വിഭാവനം ചെയ്തതുമായ സമരങ്ങളുടെ കൂടിയാലോചന കേന്ദ്രം കൂടിയായിരുന്നു ഈ വിദ്യാലയം. സ്വദേശി പ്രസ്ഥാനം, വിദേശ വസ്ത്ര ബഹിഷ്കരണം, ഖാദി ഉൽപ്പാദനം, മദ്യവർജനം, ഹിന്ദി പ്രചരണം തുടങ്ങിയവ ഈ വിദ്യാലയത്തിലൂടെ ഏറ്റെടുത്ത് നിർവഹിച്ചിരുന്നു. രാജ്യത്താകെ സന്ദർശിക്കുന്നതിനിടയിൽ മഹാത്മാഗാന്ധി നീലേശ്വരത്തെത്തിയപ്പോൾ നീലേശ്വരത്തെ ജനങ്ങൾക്കൊപ്പം ഊഷ്മളമായ സ്വീകരണമാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ നൽകിയത്. സ്വാതന്ത്ര്യ സമര ഫണ്ടിലേക്ക് വിദ്യാർത്ഥികൾ സ്വരൂപിച്ച തുക വിദ്യാർത്ഥികൾ ഗാന്ധിജിക്ക് കൈമാറി. ഇതിൽ കൃതജ്ഞത രേഖപ്പെടുത്തി ഗാന്ധിജി വെള്ളക്കടലാസിൽ കുറിച്ചു നൽകിയ ആ സന്ദേശം സ്കൂളിൽ ഇന്നും നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട്.
കാസർഗോഡ് ജില്ലയിൽ തന്നെ ആദ്യമായി 100 വർഷം പൂർത്തിയാക്കുന്ന രാജാസിൻ്റെ ശതാബ്ദി 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെ ആഘോഷിക്കാനാണ് നീലേശ്വരത്തിൻ്റെ തീരുമാനം. ജൂൺ 4-ന് 100ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനം കേരള ഗവർണർ പി സദാശിവം നിർവഹിക്കും. പ്രമുഖരായ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുക്കും. ആഘോഷത്തിൻ്റെ മുന്നോടിയായി 1001 അംഗ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ, പി കരുണാകരൻ എം പി എന്നിവരാണ് കമ്മിറ്റിയുടെ മുഖ്യ രക്ഷാധികാരികൾ. മുൻ MLA-യും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ കെ കുഞ്ഞിരാമൻ ചെയർമാനും സ്കൂൾ പ്രിൻസിപ്പൽ ME വിഷ്ണു നമ്പൂതിരി കൺവീനറുമായാണ് സംഘാടക സമിതിയുടെ പ്രവർത്തനം. ചക്കയിൽ കൊതിയൂറും വിഭവങ്ങൾ ഒരുക്കി കാസർഗോഡ് ചക്ക മഹോത്സവത്തിന് തുടക്കമായി. ഓൾ കേരള ജാക്ക് ഫ്രൂട്ട് പ്രൊമോഷൻ അസോസിയേഷന്റെയും ജാക്കി ആൻഡ് ബെറീസിന്റെയും നേതൃത്വത്തിലാണ് ചക്ക മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓൾ കേരള ജാക്ക് ഫ്രൂട്ട് പ്രൊമോഷൻ അസോസിയേഷന്റെയും ജാക്കി ആൻഡ് ബെറീസിന്റെയും നേതൃത്വത്തിലുള്ള ചക്ക മഹോത്സവത്തിന് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് തുടക്കം കുറിച്ചു. ജൂൺ 12 വരെ നീളുന്ന ചക്ക മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം നിർവഹിച്ചു. കാസർഗോഡ് നഗരസഭാ പരിധിയിലെ കുടുംബശ്രീ പുരുഷ സ്വയം സഹായ സംഘങ്ങളുമായി സഹകരിച്ചാണ് പരിപാടി നടത്തുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചക്കപ്പായസ വിതരണവും നടത്തി. ചക്കയിൽ നിന്നുള്ള 15ഓളം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും നടന്നു. ചക്കയുടെ ജൈവമൂല്യവും ഔഷധ ഗുണവും ഉൾക്കൊള്ളുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ പരിശീലനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ചക്ക മഹോത്സവത്തിൻ്റെ ഭാഗമായി കാസർഗോഡ് നഗരസഭയുമായി സഹകരിച്ച് ചക്ക ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പരിശീലനവും നൽകുന്നുണ്ട്. ചടങ്ങിൽ റെജി തോമസ്, സണ്ണി തോമസ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ചെർക്കള ഇഖ്ര ഹിഫ്ലുൽ ഖുർആൻ അക്കാദമിയുടെ സനദ്ദാന സമ്മേളനം 25-ന് ചെർക്കള ഐമാക്സ് ഓഡിറ്റോറിയത്തിൽ നടക്കും. സമസ്ത സെക്രട്ടറിയും കാസർഗോഡ് സംയുക്ത ഖാസിയുമായ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചെർക്കള ഐമാക്സ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി സമസ്ത സെക്രട്ടറിയും കാസർഗോഡ് സംയുക്ത ഖാസിയുമായ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ ഖുർആൻ പണ്ഡിതനും SYS സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ റഹ്മത്തുള്ള ഖാസിമി മുത്തേടം സന്നദ്ധാന പ്രഭാഷണം നടത്തും. 20 കുട്ടികളെ വെച്ചാണ് പ്രാഥമികമായി ഇത് തുടങ്ങിയത്. അതിൽ 4 കുട്ടികളാണ് അതിൻ്റെ പഠനം പൂർത്തിയാക്കി ഖുർആൻ മനഃപ്പാഠമാക്കി അതിൽ നിന്ന് ബിരുദം നേടി പോകുന്നത്. ഇതിൽ ബിരുദദാന ചടങ്ങിൽ സംബന്ധിക്കുന്നത് കാസർഗോഡ് സംയുക്ത ജമാഅത്തിൻ്റെ ഖാസി, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ബഹുമാന്യ ആലിക്കുട്ടി ഉസ്താദ് അവർകളാണ്. ഇതിൻ്റെ സംഘാടക സമിതിയുടെ ചെയർമാൻ ചെർക്കുളം അബ്ദുള്ള സാഹിബ് ഇതിൽ അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ CH മുഹമ്മദ് കുഞ്ഞി ചായൻ്റടി, ഹാഫിൽ മുഹസിൻ ഖാസിമി, ഇക്ബാൽ ചായൻ്റടി, CP മൊയ്തു മൗലവി, മൊയ്തു ചെർക്കള, അബ്ദുള്ള കുഞ്ഞി ചെർക്കള, കബീർ ചെർക്കള തുടങ്ങിയവർ പങ്കെടുത്തു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിലെ പ്രദേശങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് അടുത്ത പള്ളിയിലെയും വീടുകളിലെയും ചുമരുകൾ തകരാൻ കാരണമായി. മഴ എത്തുന്നതിനു മുമ്പേ ഇതാണ് അവസ്ഥയെങ്കിൽ മഴക്കാലം ഏറെ ദുരിതം വിതയ്ക്കുമെന്ന ഭീതിയിൽ നാട്ടുകാർ. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡ് പരിധിയിലുള്ള അമ്പിത്തടി, അക്കര തുടങ്ങിയ പ്രദേശങ്ങളിൽ മഴവെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാതെ വെള്ളം കെട്ടിക്കിടന്ന് പള്ളിയുടെയും മദ്രസയുടെയും വീടുകളുടെയും ചുറ്റുമതിൽ തകർന്നു. റിഫായിയ മദ്രസ, മൊഹ്യുദ്ദീൻ പള്ളി, സ്വകാര്യ വ്യക്തിയുടെ വീടുമതിൽ എന്നിവയാണ് തകർന്നത്. എല്ലാ വർഷവും തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി പ്രത്യേക ഫണ്ടുകൾ വിതരണം ചെയ്തെങ്കിലും വാർഡ് മെമ്പർ ഈ വിഷയം കണക്കിലെടുത്തില്ലെന്നാണ് പരാതി. 2016-17 പദ്ധതിയിൽ ഈ പ്രദേശത്തേക്ക് ഒരു ഫണ്ടും ലഭിച്ചിട്ടില്ല എന്നും ആരോപണമുണ്ട്. മഴവെള്ളം കെട്ടിക്കിടക്കുന്നതും മാലിന്യം വർദ്ധിക്കുന്നതും രോഗം പിടിപെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. അധികൃതർ ഇനിയെങ്കിലും ഈ വിഷയത്തെ ഗൗരവത്തോടെ കാണുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കുഞ്ചത്തൂർ ജലാലിയ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം നടന്നു. കുഞ്ചത്തൂർ ഹൈസ്കൂൾ റോഡിനെയും പദവ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന പള്ളിയുടെ ഉദ്ഘാടനം NPM ജൈനുൽ ആബിദീൻ തങ്ങൾ അൽ ബുഖാരി കുന്നുംകൈ നിർവഹിച്ചു. കുഞ്ചത്തൂർ ഹൈസ്കൂൾ റോഡിനെയും പദവ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന കുഞ്ചത്തൂർ ജലാലിയ പള്ളിയുടെ ഉദ്ഘാടനം NPM ജൈനുൽ ആബിദീൻ തങ്ങൾ അൽ ബുഖാരി കുന്നുംകൈ നിർവഹിച്ചു. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വഖഫ് പ്രഖ്യാപനവും നടന്നു. അബ്ദുൽ ഖാദർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. അസർ നിസ്കാരത്തിനു ശേഷം ചടങ്ങുകൾക്ക് തുടക്കമായി. ഹർഷാദ് വർക്കാടി, ഡോക്ടർ ഖാദർ സൈഫുള്ള തങ്ങൾ, ഖാദർ ഫറൂഖ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. കേരള NGO അസോസിയേഷൻ സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ച് 43ാം വാർഷിക സമ്മേളനം കാസർഗോഡ് സ്പീഡ് വേ ഇൻ കോൺഫറൻസ് ഹാളിൽ നടന്നു. സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി NK ബെന്നി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് സംഘടിപ്പിച്ച വാർഷിക സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി NK ബെന്നി ഉദ്ഘാടനം ചെയ്തു. 73 പണിമുടക്ക് നടക്കുമ്പോൾ അച്യുതമേനോനായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി. 73 പണിമുടക്കും 53 ദിവസം പണിമുടക്കി. ആ പണിമുടക്കം 100 രൂപ ഇടക്കാലാശ്വാസം അനുവദിക്കുക എന്ന ഡിമാൻഡ് ഉയർത്തിയാണ് ആ പണിമുടക്കം നടത്തിയത്. അതിന് കാരണം അച്യുതമേനോന്റെ ഗവൺമെന്റിനെതിരെ
CPM വർഗ ബഹുജന സംഘടനകളെ കൊണ്ടും ട്രേഡ് യൂണിയനെ കൊണ്ടും ഒരുപാട് സമരങ്ങൾ നടത്തി പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് NGOമാരോട് പണിമുടക്കാൻ വേണ്ടി പാർട്ടി ആഹ്വാനം ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു കാരണമുണ്ടാക്കി 100 രൂപ ഇടക്കാലാശ്വാസം. അന്ന് 100 രൂപ ശമ്പളമില്ല. ആ സമയത്താണ് 100 രൂപ ഇടക്കാലാശ്വാസം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പണിമുടക്കിലേക്ക് പോയി 53 ദിവസം പണിമുടക്കി. ബ്രാഞ്ച് പ്രസിഡന്റ് M. മാധവൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് ഗസറ്റഡ് തസ്തികയിലേക്ക് ഉദ്യോഗ കയറ്റം ലഭിച്ചവർക്കും സർവീസിൽ നിന്നും വിരമിച്ചവർക്കും യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം ജില്ലാ പ്രസിഡന്റ് MP കുഞ്ഞിമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ PV രമേശൻ, AV രാജഗോപാലൻ, V. ദാമോദരൻ, P. വത്സല തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. നിർധനരായ രോഗികൾക്ക് ആശ്വാസം പകർന്ന് മടിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ്. മംഗലാപുരം ഏനപ്പോയ മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു. മംഗലാപുരം ഏനപ്പോയ മെഡിക്കൽ കോളേജ്, മാരുതി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ചാളക്കടവ് ജ്വാല പുരുഷ സ്വയം സഹായ സംഘം, അഴീക്കോടൻ സ്മാരക ക്ലബ്ബ്, ചാളക്കടവ് TS തിരുമുമ്പ് വായനശാല ഗ്രന്ഥാലയം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. മടിക്കൈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് C. പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. KV ചന്ദ്രൻ അധ്യക്ഷനായി. V. ബാലൻ, P. മോഹനൻ എന്നിവർ സംസാരിച്ചു. പ്രമുഖ ഡോക്ടർമാർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു. ജനകീയ കൂട്ടായ്മയിലൂടെ നീലേശ്വരം പള്ളിക്കരയിലെ മാളിയേക്കൽ കുളം വൃത്തിയാക്കി. പള്ളിക്കര കോസ്മോസ് ക്ലബ്ബ് നേതൃത്വം നൽകി. ഈ വർഷത്തെ നീന്തൽ പരിശീലനം ജൂലൈ മാസത്തിൽ ആരംഭിക്കും. ക്ലബിലെ 35ഓളം അംഗങ്ങൾക്ക് പുറമെ സുമനസ്സുകളായ നാട്ടുകാരും കൈകോർത്തപ്പോൾ വർഷങ്ങളായി ശുചീകരിക്കാത്തതിനാൽ ചെളി നിറഞ്ഞ് മലിനപ്പെട്ടിരുന്ന കുളം വൃത്തിയാക്കപ്പെട്ടു. കഴിഞ്ഞ 8 വർഷമായി ഈ കുളത്തിലാണ് ക്ലബ്ബ് കുട്ടികൾക്കായി സൗജന്യ നീന്തൽ പരിശീലനം നടത്തിവരുന്നത്. ഇതിനകം 600-ലധികം കുട്ടികൾ ശാസ്ത്രീയമായി നീന്തൽ പരിശീലനം പൂർത്തിയാക്കി. ശുചീകരണത്തിന് ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി പ്രമോദ്, PK ബാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ വർഷത്തെ നീന്തൽ പരിശീലനം ജൂലൈ മാസത്തിൽ ആരംഭിക്കുമെന്ന് സെക്രട്ടറി സുരേന്ദ്രൻ അറിയിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അജാനൂർ പഞ്ചായത്ത് 8ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഒരുമ നാട്ടുത്സവത്തിന് സമാപനം. സമാപന സമ്മേളനം DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 3 മാസക്കാലമായി 5 പരിപാടികൾ നടത്തിയിരിക്കുകയാണ്. ഇന്ന് മെയ് മാസം 21-ാം തീയതി ലോകാദരണീയനായ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 27ാം രക്തസാക്ഷിത്വ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളോടൊപ്പം തന്നെ ഈ നാടിനെ ഏറ്റവും നല്ല ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഏറ്റവും മാതൃകാപരമായി ഒരു നാടിൻ്റെ പ്രയാസങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിനപ്പുറത്ത് മാനവികതയ്ക്ക് ഏറ്റവും വലിയ പ്രധാനം നൽകിക്കൊണ്ട് ഒരുമ എന്ന പേരിൽ ഈ നാട്ടിലെ കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കാൻ, കായിക പ്രേമികളെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അജാനൂർ പഞ്ചായത്ത് 8ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു. ഒരുമ നാട്ടുത്സവത്തിന്റെ ഭാഗമായി ജില്ലാതല വോളിബോൾ ടൂർണമെന്റും നടന്നു. സമാപന സമ്മേളനം DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാവുങ്കാൽ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. പുതുക്കിയ യൂണിറ്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടന്നു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മാവുങ്കാൽ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും പുതുക്കിയ യൂണിറ്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ക്രോഡീകരണം നടക്കുന്നത്. കാരണം മറ്റു വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ വ്യാപാരം മന്ദിരങ്ങളൊക്കെ ഇല്ല, അവരവരുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ യൂണിറ്റ് വ്യാപാരമാണ് ഈ നാട്ടിലെ മുഴുവൻ പ്രസ്ഥാനങ്ങൾക്കും കക്ഷി രാഷ്ട്രീയത്തിലും ജാതിമത ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന വ്യാപാരി വ്യവസായ സമിതി എന്ന സംഘടനയുടെ വ്യാപാരം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് ഇന്ന് മുതൽ ഇവിടെ തുറന്ന് കൊടുത്തിരിക്കുകയാണ്. നാരായണൻ ഇവിടെ സൂചിപ്പിച്ചു, ഈ നാട്ടിലെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും ഈ നാടിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് ഇന്ന് ഈ വ്യാപാരം. പ്രസിഡന്റ് K. നാരായണൻ അധ്യക്ഷനായി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി VK ഉണ്ണികൃഷ്ണൻ, അജാനൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KM ഗോപാലൻ, ഗീത ബാബുരാജ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഭാരവാഹികളായ പ്രണവം അശോകൻ, ഹംസ പാലക്കി, മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ഉടമസ്ഥതയിൽ രാജ്യത്തെ ആദ്യ സാറ്റലൈറ്റ് ചാനൽ യാഥാർത്ഥ്യമാകുന്നു. കേരള വിഷൻ സാറ്റലൈറ്റ് ചാനൽ കേരള പിറവി ദിനത്തിൽ ആരംഭിക്കും. പുതിയ അധ്യയന വർഷം മുതൽ സ്കൂളുകളിൽ മലയാളം നിർബന്ധമാക്കിയ ഉത്തരവിനെതിരെ ജില്ലയിൽ പ്രതിഷേധം ശക്തം. തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കന്നഡ പോരാട്ട സമിതി കാസർഗോഡ് കലക്ടറേറ്റ് ഉപരോധിച്ചു.
കർഷകരുടെ പെൻഷൻ പ്രതിസന്ധികൾ ഉന്നയിച്ച് കാസർഗോഡ് കലക്ട്രേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച്. കേരള കർഷക സംഘം സംഘടിപ്പിച്ച മാർച്ചിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ 100ാം വാർഷികത്തിന്റെ നിറവിൽ. ശതാബ്ദി എന്ന അപൂർവ നേട്ടം നാടിന്റെ ആഘോഷമാക്കി പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും. കൊതിയൂറും വിഭവങ്ങൾ ഒരുക്കി കാസർഗോഡ് ചക്ക മഹോത്സവത്തിന് തുടക്കമായി. ചക്ക മഹോത്സവം സംഘടിപ്പിച്ചത് ഓൾ കേരള ജാക്ക് ഫ്രൂട്ട് പ്രൊമോഷൻ അസോസിയേഷനും ജാക്ക് ആൻഡ് ബെറീസും സംയുക്തമായി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.